ഒരു സെക്സ് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് പീരിയഡ്സ് ആയില്ല എന്നാണെങ്കിൽ അധിക പെണ്ണുങ്ങൾക്കുള്ളൊരു സ്വഭാവമാണ്. അവരെ കെട്ടിയവന്മാരെ നല്ല തെറി വിളിക്കും. നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതായി പരിപാടിക്ക് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലേ? പ്രഗ്നൻ്റ് ആയോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരാദി. പീരിയഡ്സ് ആയില്ല എന്നാണെങ്കിൽ അതിന് പ്രഗ്നൻസി ആണ് കാരണം എന്നുള്ളത് ഒരു നിർബന്ധമില്ല. അതിലൊരൊറ്റ കാരണം മാത്രമാണ് ശരിക്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. പീരിയഡ്സ് ഇറഗുലർ ആവുന്ന ആക്ച്വലി വളരെ കോമൺ ആണ്. നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആണ്, ഭയങ്കര ടെൻഷനിൽ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പീരിയഡ്സിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. പീരിയഡ്സ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ സൈക്കിള് 21 to 35 ഡേയ്സ് എന്നാണ് പറയാം. അതായത് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ മാസം 30-ാം തീയതിയാണ് നിങ്ങൾക്ക് പീരിയഡ്സ് ആയിട്ടുള്ളത് എങ്കിൽ നെക്സ്റ്റ് മന്തും അതേ ദിവസം തന്നെ പീരിയഡ്സ് ആവണം എന്നുള്ളത് യാതൊരു നിർബന്ധമില്ല. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം. പക്ഷെ അതിൽ ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നോക്കേണ്ടതുള്ളൂ. പിന്നെ അതേപോലെ മറ്റു കാരണങ്ങൾ, പീരിയഡ്സ് ഇറഗുലർ ആവാനുള്ള കാരണങ്ങൾ പറയുകയാണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം തൈറോയിഡ് ഡിസീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് PCOD ഉണ്ട്, അണ്ടാശയത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒബിസിറ്റി അതായത് അമിതവണ്ണം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നെങ്കിൽ, അതേപോലെ നിങ്ങളുടെ ബോഡിക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഈ പീരിയഡ്സ് ഇറഗുലർ ആവാവുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, ഇനി പ്രഗ്നൻസി ആണോ എന്ന സംശയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പീരിയഡ്സ് ആവേണ്ട ഡേറ്റ് ഏകദേശം ഉണ്ടാവുമല്ലോ, ആ ഒരു ഡേറ്റിന് 10-14 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളൊരു കാർഡ് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ നോക്കുക, എന്നിട്ട് കൺഫേം ചെയ്യുക. അല്ലാതെ നമ്മളിത് ഓൾറെഡി പീരിയഡ്സ് ഒരു ഇത്തിരി ഡേയ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവുന്നതിന് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആവാതിരിക്കുക. ഇനിയിപ്പോൾ പീരിയഡ്സ് ഡിലേ ആയി, പ്രഗ്നൻ്റ് ആണോ എന്നുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് പീരിയഡ്സ് ആവേണ്ട ദിവസം ഉണ്ടല്ലോ, അതായത് ഇന്ന ദിവസമാണ് യൂഷ്വലി എനിക്ക് പീരിയഡ്സ് ആവല് എന്നുള്ളൊരു കലണ്ടർ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു ദിവസം കഴിഞ്ഞ് ഒരു 10-14 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളൊരു കാർഡ് ടെസ്റ്റ് ചെയ്യുക, പ്രഗ്നൻ്റ് ആണോ അല്ലേ എന്നുള്ളത് നോക്കാൻ. അപ്പം ഈ ഒരു പീരിയഡ്സ് തെറ്റി എന്ന് വിചാരിച്ച് ടെൻഷൻ ആവണതിന് പകരം അതിന് കാരണം എന്താണെന്ന് ആദ്യം നോക്കുക. ഇത് പ്രഗ്നൻസി അല്ല എന്നാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യുക.